വെളിപ്പാട് 13:8. ഒന്നുകൂടെ ഉറക്കെ വായിക്കാം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. മതി. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മൾ ഇതുവരെ ധ്യാനിച്ച ഭാഗങ്ങൾ. തുടർന്ന് 6 മുതലുള്ളതായ അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഒരു പുസ്തകത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേര് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം. അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാണെന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് അറിയാം. അറിയുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അറുക്കപ്പെട്ട കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത അവരെല്ലാവരും അന്തിക്രിസ്തുവിനെ നമസ്കരിക്കും എന്നാണ് ഇവിടെ പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ പ്രവചനം ഇതുവരെ നിറവേറിയിട്ടില്ല. നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കാൻ വന്നാൽ 3.5 വർഷം കൂടെ കഴിയുമ്പോൾ ഈ പ്രവചനം നിറവേറും. വേദപുസ്തകത്തിലേക്ക് നാം കണ്ണോടിച്ച വേദപുസ്തകത്തിൽ പല പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്വർഗത്തിലുള്ള ചില പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലുള്ളതായ 4 പുസ്തകങ്ങൾ ഈ വെളിപ്പാട് പുസ്തക പഠന വിഷയത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കാനാണ് ഇന്ന് പകൽക്കാലം കർത്താവിൽ ശരണപ്പെടുന്നത്. സ്വർഗത്തിലുള്ളതായ 4 പുസ്തകങ്ങൾ. അതുകൊണ്ട് ചില വേദവാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. സ്വർഗത്തിലുള്ള 1-ാമത്തെ പുസ്തകം ഏതാണ്? എടുക്കാം. 119-ാം സങ്കീർത്തനം എടുത്ത് 119-ാം സങ്കീർത്തനം അതിൻ്റെ 89-ാം വാക്യം. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സ്വർഗത്തിലുള്ള 1-ാമത്തെ പുസ്തകമാണ് ഈ വേദപുസ്തകം. വേദപുസ്തകം കൊണ്ടുവന്നൊന്ന് പൊക്കി പിടിച്ചേ. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ നമ്മുടെ ഭാഷയിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഭാഷയിൽ അല്ല, മലയാളത്തിലല്ല ഈ പുസ്തകം സ്വർഗത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. സ്വർഗീയ ഭാഷയിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു മുഴുപ്രതി സ്വർഗത്തിലുണ്ട്. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്നേക്കും അവിടെ ഇരിക്കാനുള്ളതാണ്, തൽക്കാലത്തേക്കുള്ളതല്ല, എന്നേക്കുമുള്ളതാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ബൈബിൾ വിരോധികൾ കത്തിച്ചു കളഞ്ഞാലും വേദപുസ്തകം പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ ഒറിജിനൽ പ്രതി സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ചെന്ന് ആർക്ക് കത്തിക്കാൻ കഴിയുക? കത്തിക്കാൻ മിടുക്കുള്ളവൻ കത്തിക്കട്ടെ. വോൾട്ടയർ വലിയ നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ മൂലം ലോകത്തിലുള്ള ബൈബിളുകളെല്ലാം ഇല്ലാതാക്കും എന്ന് അദ്ദേഹം വീമ്പടിച്ചെങ്കിലും വോൾട്ടയർ മരിച്ചുപോയി. വോൾട്ടയറിൻ്റെ വീട് ജനീവ ബൈബിൾ സൊസൈറ്റിക്കാർ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ഇന്ന് ഈ ക്ലാസ് ഇവിടെ നടക്കുമ്പോൾ വോൾട്ടയറിൻ്റെ വീട്ടിൽ അനേക ബൈബിളുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. പുല്ലുവാടി പൂ കുതിർന്നു പോയി, ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിൽക്കുന്നു. വോൾട്ടയർ ഒരു പുല്ലായിരുന്നു, അത് ഉണങ്ങിപ്പോയി. എന്നാൽ ദൈവം നിത്യനാകയാൽ അവൻ്റെ വചനം നശിപ്പിക്കുവാൻ വോൾട്ടയർക്ക് കഴിഞ്ഞില്ല. ലോകം കണ്ട വലിയ നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം മരിച്ചുപോയതാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ വേദപുസ്തകം അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ വേദപുസ്തകത്തോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം. ഇതിനെതിരെ ഓങ്ങിയതായ ചുറ്റികയുടെയൊക്കെ പിടി ഒടിഞ്ഞുപോയി. ഇതിനെതിരെ എഴുതിയതായ എഴുത്തുകളൊക്കെ കാറ്റത്ത് പറന്നുപോയി. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിൽക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ദാനിയേൽ പ്രവചനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിച്ചേ. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം.
എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് മതി ഞാൻ നിന്നെ അറിയിക്കാം. ദാനിയേലിനോടുള്ളതായ ദൈവത്തിൻ്റെ ദൂതാണ് സത്യഗ്രന്ഥത്തിൽ എഴുതാൻ പോകുന്നത്, എഴുതാനിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാന്നല്ല, സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. അപ്പൊ ദൈവം ദാനിയേലിനെ അറിയിച്ച ശേഷം ദാനിയേൽ എഴുതി, അത് ശരിയാ. പക്ഷേ ദാനിയേലിനെ ദൈവം അറിയിച്ചത് എഴുതാൻ പോകുന്നതല്ല അറിയിച്ചത്, എഴുതാനുള്ളതല്ല അറിയിച്ചത്, സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് അറിയിക്കുക ചെയ്തത്. അപ്പൊ ദാനിയേൽ എഴുതിയ കാര്യങ്ങൾ അതിനു മുമ്പ് സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. ആ ഗ്രന്ഥത്തിന്റെ നാമം പോലും ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, സത്യഗ്രന്ഥം എന്ന് വെച്ചാൽ ഇതിൽ എഴുതിയിരിക്കുന്നത് എല്ലാം സത്യമാണെന്ന്. ഇനി സത്യമാണോ ഭോഷ്കാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല, ഇത് മുഴുവൻ സത്യമാണ്. ഈ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയാമോ? സത്യവേദ പുസ്തകം, സത്യഗ്രന്ഥമാണിത്, ഹോളി ബൈബിൾ. ആമേൻ. ഇത് വിശുദ്ധ ഗ്രന്ഥമാണ്. ഇതിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ സത്യമാണ്. 99 കാര്യങ്ങൾ സത്യവും ഒരു കാര്യം ഭോഷ്കുമല്ല, 100% ഇത് സത്യമാണ്. ഇതിൽ വിശ്വസിച്ച് ഇതിൽ എഴുതിയിരിക്കുന്ന ദൈവത്തെ അനുഗമിച്ചവരാരും ഇതുവരെ നശിച്ചു പോയിട്ടില്ല. എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടത് ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തെ കണ്ടെത്തിയതാണ്. ഇതിന്റെ കോപ്പി സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ എഴുതി വെച്ച വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം എനിക്ക് പറഞ്ഞു തരാമോ? പറഞ്ഞു തന്നാൽ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചുള്ള പ്രസംഗം നിർത്തിയിട്ട് അത് പ്രസംഗിക്കാം. വേറൊരു ഗ്രന്ഥം ഇല്ല. എത്രയോ ഗ്രന്ഥങ്ങൾ ലോകത്തിലുണ്ട്, അതിൻ്റെ ഒന്നും കോപ്പി സ്വർഗത്തിലില്ല. അതൊന്നും ദൈവത്തിൻ്റെ വചനമല്ല. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളാണ്. ഇനി യെശയ്യാ പ്രവചനം എടുത്ത് അതിൻ്റെ 34-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാവ് 34:16. ഈ പുസ്തകത്തിൻ്റെ പേരെന്താ? സൗണ്ടില്ല. യഹോവയുടെ പുസ്തകം. നമ്മൾ ഉപവസിക്കുന്നത് ഉള്ള ശക്തി കുറയാനല്ല, ഇല്ലാത്ത ശക്തി കിട്ടാനാ. ഉപവസിച്ചിട്ട് ഉള്ള ശക്തി കുറഞ്ഞു പോവുകയാണെങ്കിൽ ഉപവാസം നിർത്തിയിട്ട് നേന്ത്രപ്പഴം പുഴുകി തിന്ന് ഉറക്ക പറയണം. ആമേൻ. ചില ഉപവാസം എടുക്കും, വ്യാഴാഴ്ച ഉപവാസം, വെള്ളിയാഴ്ച ഉപവാസം, ശനിയാഴ്ച ഉപവാസം, ഞായറാഴ്ച സൗണ്ടേ ഇല്ല. ഇതിൽ നല്ലത് 3 ദിവസം ചാപ്പാട്ട് കഴിച്ചിട്ട് ഞായറാഴ്ച ഉറക്ക ഹല്ലേലൂയ പറയുന്നതാണ്. ശരിയാണോ? അപ്പോൾ ഉപവസിക്കുന്നത് എന്തിനാ? ശക്തി കൂടുതൽ കിട്ടാൻ. യഹോവയെ കാത്തിരിക്കുന്നവർ ഉറക്കം തൂങ്ങി വീഴുന്നല്ല, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ, ആമേൻ. ഇത് രാവിലെ ശാപ്പാട് കഴിച്ചിട്ട് വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കൈ പൊക്കണ്ട, ശക്തിയോട് പറയണം. കർത്താവിന്റെ ദാസനോട് എത്ര ശക്തിയോടെ ശുശ്രൂഷിച്ചെന്നറിയാവോ? ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുസ്തകത്തിന്റെ പേരെന്താ? യഹോവയുടെ പുസ്തകം. വായിക്കുന്ന വാക്യത്തിൽ നിന്ന് ഉത്തരം പറയണ്ടേ? എന്താണ്? നമ്മളൊക്കെ നമ്മുടെ ബൈബിളില് നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എൻ്റെ പേര് ഞാൻ എഴുതിയിട്ടില്ല. എഴുതുന്നത് പാപമായതുകൊണ്ടല്ല, ഞാൻ എഴുതിയിട്ടില്ല. വേദപുസ്തകം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ നമ്മുടെ പേരെഴുതും. എന്തിനാ? അത് നമ്മുടെ പുസ്തകമാണെന്ന് തിരിച്ചറിയാൻ. വേദപുസ്തകം വരെ കട്ടെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ പഠിച്ചത് പരേതനായ പാസ്റ്റർ B.M. ഫിലിപ്പ് സാറ് നടത്തിക്കൊണ്ടിരുന്നതായ വടവാതുള്ളതായ ബൈബിൾ സ്കൂളിലാണ്, കോട്ടയത്ത്. ഫിലിപ്പ് സാറ് പറഞ്ഞ ഒരു സംഭവം ഞാൻ പറയാം. ഒരിക്കൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ വേദപുസ്തകം കാണാതെയായി. അപ്പോൾ വേദപുസ്തകം കാണാതായി എന്ന് അവിടെ അത് പരസ്യമായി. സാറ് ചോദിച്ചു, ആരാ അന്ന് ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വന്ന ഒരാളുടെ പേര് പറഞ്ഞു. സാറിന് മനസ്സിലായി അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. അവനാ വേദപുസ്തകം എടുത്തുകൊണ്ട് പോയെന്ന്. കണ്ടവരാരുമില്ല. ചില നാളുകൾ കഴിഞ്ഞ് അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ, ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ
സഹോദരന്മാരിങ്ങനെ കൈ കൊടുക്കൂലോ. കൈ കൊടുത്ത കൂട്ടത്തില് ഇവനും വന്ന് കൈ കൊടുത്തു. അന്ന് ബൈബിൾ സ്കൂളിൽ വന്നവൻ. അപ്പൊ സാറ് ചോദിച്ചു, അന്ന് നീ ബൈബിൾ സ്കൂളിൽ വന്നപ്പോൾ എടുത്തുകൊണ്ടുപോയി വേദപുസ്തകം ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. നീ വേദപുസ്തകം ബൈബിൾ സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയോന്നല്ല ചോദിച്ചേ. പോയോന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ അവൻ പറയത്തുള്ളൂ. നീ അന്ന് ബൈബിൾ സ്കൂളിൽ വന്ന് എടുത്തുകൊണ്ട് പോയാ വേദപുസ്തകം തരാൻ പറഞ്ഞു. അത് പറഞ്ഞു, ഞാൻ വേദപുസ്തകം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നവർ അവൻ്റെ സൈഡായി, ഫിലിപ്പ് സാർ ഒറ്റയ്ക്കായി. വേദപുസ്തകം എടുത്ത് തരാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്തവൻ സമ്മതിക്കയില്ല. അപ്പം അന്നത്തെ അദ്ദേഹത്തിൻ്റെ കാർ ഡ്രൈവർ റോണി എന്ന പേരായ ഒരു സഹോദരനാണ്. ഫിലിപ്പ് സാറ് റോണിയോട് പറഞ്ഞു, റോണി ഉണ്ട് അവിടെ. ഫിലിപ്പ് സാറ് ഇവനോട് പറഞ്ഞു, നീ അന്ന് ഒരു കാര്യം ചെയ്യ, കാറിൽ കയറ്. വേദപുസ്തകം എടുത്തിട്ടില്ല എന്ന് നീ എന്നോട് പറയണ്ട, പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇനി എന്നോട് എടുത്തിട്ടില്ല എന്ന് പറയണ്ട, കാറിൽ കയറ്, നമുക്ക് സ്റ്റേഷനിൽ പോകാം, അവിടെ പറഞ്ഞു തരാം ഞാൻ എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എടുത്തു എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ സാറ് പറഞ്ഞു, ആ പുസ്തകങ്ങൾ തരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പുസ്തകം ഞാൻ ഇന്ന് യോഗത്തിന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടില്ല, വേറെ സ്ഥലത്തായിരിക്കണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, വന്നാൽ നീ കാറിൽ കയറാൻ, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. ഇവൻ കയറില്ല. അപ്പോൾ അവിടെ നിന്നവര് ഇപ്പൊ സാറിന്റെ സൈഡായി, ഇവൻ ഒറ്റയ്ക്കായി. കാറിൽ കയറാണ്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു, അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കൈ തരാൻ വന്നപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്നില്ല. എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ പോയി വേദപുസ്തകം എടുത്തുകൊണ്ട് വന്ന് സാറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ സാറ് ചോദിച്ചു, എന്തിനാ നീ വേദപുസ്തകം എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു, എടാ ഇതിനകത്ത് എഴുതിയിട്ടില്ലടാ ഇത് എടുക്കരുതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ ബൈബിൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് പേരെഴുതി വെക്കും, നല്ലതാണ്, നമ്മുടെ പുസ്തകമാണ് ഇതെന്ന് നമ്മൾ പറയും. പക്ഷെ വാസ്തവത്തിൽ ഇത് നമ്മുടെയല്ല, ഇത് യഹോവയുടെ പുസ്തകമാണ്. യഹോവയുടെ പുസ്തകം നമ്മുടെ സ്വന്തം ഭാഷയിൽ നമ്മുടെ കരങ്ങളിൽ എത്തിച്ച ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ പുസ്തകത്തിൽ താഴെ വായിച്ച യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച്. അപ്പൊ ഇതെങ്ങനെയാ വായിക്കണ്ടേ? അന്വേഷിച്ച് വായിക്കണം. ഉറക്കം തൂങ്ങി വായിക്കരുത്. ഉറക്കം തൂങ്ങി വായിലത്തെ വെള്ളമൊക്കെ ബൈബിളിട്ട് വീണ് അങ്ങനെയല്ല വായിക്കണ്ടേ. ഉറക്കം തൂങ്ങാതെ വായിക്കണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല. ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചാൽ അവയിൽ ഒന്നും കാണാതിരിക്കയില്ല. നമ്മുടെ ജീവന ഭക്തിക്ക് ആവശ്യമായതെല്ലാം ഈ വേദപുസ്തകത്തിലുണ്ട്. ഒരു ഹല്ലേലൂയ ഓർക്ക പറഞ്ഞേ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. അപ്പോൾ ഇത് വായിക്കേണ്ടത് അന്വേഷിച്ച് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വായിച്ചാൽ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തല തകർക്കുമെന്നുണ്ട്. ആ സന്തതി ആരാണെന്ന് പഴയ നിയമം മുഴുവൻ വായിച്ചാൽ ആളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ അന്വേഷിച്ച് വായിക്കുന്ന ഒരാള് മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത് യേശുക്രിസ്തുവാണെന്ന് മനസ്സിലാകും. അതാണ് അന്വേഷിച്ച് വായിച്ചാലുള്ള ഗുണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല. ഒന്നിനും ഇണ. ഉപദേശം പറയണമെങ്കിൽ എല്ലാ ഉപദേശത്തിനും ഇതിനകത്ത് ഇണവാക്കിയുണ്ട്. ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്ത് ചെയ്തെന്നറിയാമോ? സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കൂട്ടി വരുത്തി ചേർത്ത് പുസ്തക രൂപത്തിലാക്കി പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നു. അപ്പൊ സ്വർഗത്തിലിരിക്കുന്ന വചനം നമ്മുടെ കരങ്ങളിൽ കൂട്ടി വരുത്തി ചേർത്ത് തന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആമേൻ. പിതാവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു, പുത്രന് സ്തോത്രം ചെയ്യുന്നു, പരിശുദ്ധാത്മാവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ത്രിയേക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷമുള്ള കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചില വീടുകളിൽ ചെന്ന നാനാ സിനിമ വാരിക, അതുപോലെ തന്നെ മറുപുറം, തനിനിറം, വെള്ളി നക്ഷത്രം, പൂമ്പാറ്റ, അമർ ചിത്രകഥ, ബാലരമ, എന്തെല്ലാം പുസ്തകങ്ങളാ. ഇതൊക്കെ ആളുകൾ വായിക്കും. പക്ഷേ ഈ വേദപുസ്തകം വായിക്കാത്തവരുണ്ട്, ഇല്ലേ? ഇതൊന്നും വായിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. ആമേൻ, ആമേൻ. എല്ലാ ദിവസവും വേദപുസ്തകം
അപേക്ഷിച്ച് വായിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നത് ഇത് വായിക്കാനാണ്. ആമേൻ. ഒരിക്കൽ ഒരു വീട്ടിൽ മമ്മിയും 8 വയസ്സുള്ള മകളും കൂടെ ചേർന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുകയായിരുന്നു. അങ്ങനെ അമ്മയും മോളും കൂടെ ചേർന്ന് വീട് വൃത്തിയാക്കുന്ന സമയത്ത് അലമാരിയുടെ മുകളിൽ പൊടി പിടിച്ച് ഒരു വലിയ പുസ്തകം ഇരിക്കുന്നത് കണ്ടു. ഈ കുട്ടി 8 വയസ്സുണ്ടായ പെൺകുട്ടിക്ക്. അവൾ ആദ്യമായിട്ടാണ് ആ പുസ്തകം കാണുന്നത് വീട്ടിൽ. അവളത് എടുത്തിട്ട് മമ്മിയോട് ചോദിച്ചു, മമ്മി ഇത് ആരുടെ പുസ്തകമാണ് മമ്മി എന്ന് ചോദിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു, മോളെ ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണ് മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, മമ്മി ദൈവത്തിൻ്റെ പുസ്തകമാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നില്ലോ, ദൈവത്തിന് എന്താ തിരിച്ചു കൊടുക്കാതെന്ന് ചോദിച്ചു. ആമേൻ. അയൽവക്കത്ത് ഒരു സാധനം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഉപയോഗം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാറുണ്ട്. ആ അർത്ഥത്തിലാണ് കൊച്ചു ചോദിച്ചത്, എന്താ ദൈവത്തിന് തിരിച്ചു കൊടുക്കാത്തെ? ഇത് ഉപയോഗിക്കാത്തവരെല്ലാം ദൈവത്തിന് അത്രയും വേഗം തിരിച്ചു കൊടുത്തേക്കണം. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതിന് വേണ്ടിയാണെന്നറിയോ? ഉപയോഗിക്കാൻ തന്നതാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനം എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവരെല്ലാം സംസ്കാരമുള്ളവരായി തീർന്നിട്ടുണ്ട്. കേരളത്തിലെ ആളുകള് ഒരു കാലത്ത് ശരിക്കും തുണി ഉടുക്കത്തില്ലായിരുന്നു. കേരളത്തിൽ ദൈവത്തിന്റെ വചനം വന്നതിനാൽ ഇപ്പോൾ ആളുകള് ശരിക്കും തുണി ഉടുക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ ആളുകൾ നരഭോജികളായിരുന്നു. ഈ വേദപുസ്തകം ഇവിടെ ചെന്നതിനാൽ അവർ മനുഷ്യ സ്നേഹികളായി തീർന്നു. കൊള്ളക്കാരെയും കൊലപാതകരെയും സ്നേഹയോഗ്യരാക്കി തീർത്ത ഈ പുസ്തകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുസ്തകം എവിടെ ചെന്നാലും ആ വ്യക്തിക്ക് വെളിച്ചം കിട്ടും, ആ കുടുംബത്തിന് വെളിച്ചം കിട്ടും, ആ ഗ്രാമത്തിന് വെളിച്ചം കിട്ടും. ഹല്ലേലൂയ. ആ രാജ്യത്തിന് വെളിച്ചം കിട്ടും. അത്ര ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഇരുട്ടിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടെന്ന് വായിക്കുന്നു, വചനമായ യേശു നാട്ടിൽ ചെന്നതിനാൽ. അപ്പൊ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ദൈവാത്മാവാ നമ്മുടെ കയ്യിൽ എത്തിച്ചു തന്നേക്കണ്. ഇത് എന്തിനാ എത്തിച്ച് തന്നേക്കണ്? ആമേൻ. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഓരോ ഉദ്ദേശം ഉണ്ടല്ലോ. ഒരു ഉദ്ദേശവും ഇല്ലാതെ ഒരു കാര്യം ചെയ്യാറില്ല. അപ്പൊ എന്ത് ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം ഇത് നമ്മുടെ കരങ്ങളിൽ തന്നേക്കണേ? അത് മനസ്സിലാക്കണം. എന്തിനാ തന്നേ? വായിച്ച് റോമാലേഖനം എടുത്ത് 2-ാം അധ്യായം എടുത്ത്, എന്തിനാണ് ഈ വചനം നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്നത്? ഇത് സിബിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് സൂക്ഷിച്ച് നടക്കാനാണോ? റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ആദ്യം വായിച്ച്. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും. ന്യായപ്രമാണം എന്നിവിടെ പറയുന്നത് പഴയ നിയമത്തെയാണ്. വേദപുസ്തകം 2 വാല്യങ്ങളാക്കി തിരിച്ചിരിക്കുക. 1-ാം വാല്യം ന്യായപ്രമാണം പഴയ നിയമം, 2-ാം വാല്യം പുതിയ നിയമം സുവിശേഷം. ആമേൻ. പഴയ നിയമത്തെ കുറിച്ച് ഇവിടെ വായിക്കുകയാണ്. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ സ്വർഗത്തിൽ പോകുന്നല്ല, ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരെന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകം മരിക്കുന്നത് വരെ കയ്യിൽ കിട്ടാത്തവർ. ആമേൻ. ഒരാൾ ജനിച്ച ശേഷം 90 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. പക്ഷേ വേദപുസ്തകത്തിലെ ഒരു ഭാഗവും അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തോട് ആരും ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരാൾ മരിച്ചുപോയാൽ അദ്ദേഹം സ്വർഗത്തിൽ പോകുമെന്നല്ല, ന്യായപ്രമാണം കൂടാതെ പാപം ചെയ്തവർ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. അതെന്താ അങ്ങനെ? സ്തോത്രം. ഇന്ത്യയിൽ നിയമങ്ങളുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലെ പൗരന്മാരെ എല്ലാവരെയും നിയമങ്ങൾ പഠിപ്പിക്കാൻ വരുന്നില്ല. സ്തോത്രം. നമ്മൾ ജനിച്ചിട്ട് ഇത്രയും വയസ്സായല്ലോ. ഇന്ത്യ ഗവൺമെന്റ് നമ്മളെ പ്രത്യേകമായി നിയമം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ക്ലാസ് എവിടെയെങ്കിലും വെച്ചോ? ഇവിടെ വെച്ചോ? ഈ നാറാണിയിൽ വെച്ചോ? ഈ പ്രദേശത്ത് വെച്ചോ? എവിടെയെങ്കിലും വെച്ചോ? ഗ്രാമീണരെയൊക്കെ ഇന്ത്യയുടെ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ക്ലാസ് ഫ്രീ ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടോ? വെക്കാറില്ല. പിന്നെയോ ഒരു ഇന്ത്യൻ പൗരന്റെ കടമയാണ് ഇന്ത്യയിലെ നിയമങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അത് പഠിച്ച് അതിന് കീഴ്പ്പെട്ട് ജീവിച്ചോളൂ. ആമേൻ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സീറ്റ് കണ്ടു, ഒരു അച്ചായം പോയി ആ സീറ്റിലിരുന്നു. അത് കണ്ട് വേറൊരാളും കയറിയിരുന്നു. ബസ്സിൽ ഒരുമാതിരി തിരക്കായി. ബസ് സ്പീഡിൽ മുമ്പോട്ട് പോകുമ്പോൾ 2 പോലീസുകാർ റോഡ് സൈഡിൽ നിന്ന് ആ ഉദ്യോഗസ്ഥര് കൈ കാണിച്ചു. ഉടനെ വണ്ടി നിർത്തിയപ്പോൾ സൈഡിൽ കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഈ സീറ്റിൽ ഇരുന്ന് 2 പേരോടും പറഞ്ഞു ഇറങ്ങി വരാൻ പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്തു എന്നല്ലേ ചോദിച്ചു, ഇറങ്ങി വരാൻ പറഞ്ഞു.
ഞങ്ങൾ ധൃതിയിൽ പോവുക. അപ്പം ഇറങ്ങാൻ സമയം ഇറങ്ങി വരാൻ പറഞ്ഞു. ഡ്രൈവർ വണ്ടി വിടാതെ പോകാൻ പറ്റത്തില്ലല്ലോ. രണ്ടുപേരും ഇറങ്ങിച്ചെന്നു. അപ്പോൾ നിങ്ങൾ എന്തിനാ സ്ത്രീകളുടെ സീറ്റിൽ ഇരുന്നേന്ന് ചോദിച്ചു. സ്ത്രീകളുടെ സീറ്റ് എന്ന് ഞാൻ കണ്ടില്ല. അത് ശരി, സ്ത്രീകളുടെ സീറ്റിൽ ഇരുന്നാൽ ശിക്ഷ കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നെ ഗവൺമെന്റ് പഠിപ്പിച്ചില്ല, ഞാൻ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ വിടുവോ? എന്താ പറയാത്ത, വെറുതെ വിടുവോ? ഇല്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിലും സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കുന്ന ശിക്ഷാർഹമാണെന്ന് എഴുതി വെച്ചങ്ങനെ കണ്ടില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, ആ നിയമം അന്വേഷിച്ചറിഞ്ഞ് പഠിച്ച് സീറ്റിൽ ഇരിക്കരുത്. അത് ഇന്ത്യൻ പൗരന്റെ കടമയാണ്. അറിഞ്ഞില്ല, എന്നെ ആരും അറിയിച്ചില്ല എന്ന് പറഞ്ഞ് ശിക്ഷയിൽ നിന്ന് വിടുതലില്ല. അവൻ പിഴയടക്കേണ്ടി വരും. ചിലപ്പോ ആ ബസ്സിന് അന്ന് പോകാനും പറ്റില്ല. ആമേൻ. അങ്ങനെ പിഴയടക്കേണ്ടി വന്നാൽ ആ മനുഷ്യൻ കൊണ്ടുപോയി കേസ് കൊടുക്കാറില്ല. കാരണം എന്താ? അവനറിയാം ഇനി കേസ് കൊടുക്കാൻ പോയാലും ബുദ്ധിമുട്ടാണ്. മനുഷ്യന് എത്ര അധികാരം ഉണ്ടെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് എത്രത്തോളം അധികാരമുണ്ട്? ദൈവത്തിന്റെ നിയമം എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞ് പഠിച്ച് കീഴ്പ്പെട്ട് അതനുസരിച്ച് ജീവിച്ചു കൊള്ളണം, അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. മുന്നിങ്ങോട്ട് വന്നിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. നമ്മുടെ ആളുകളുടെ പ്രത്യേകത അതാ. ആ മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ ആരും നോക്കാതിരുന്ന എത്ര പ്രാവശ്യം പണി നടന്നോട്ടെ, ഒരു ആവശ്യത്തിന് കുഴപ്പമില്ല. ഇത് നോക്കുന്നതിനാൽ സംഭവിക്കും നമ്മുടെ ആളുകളുടെ ശ്രദ്ധ പോവും. അത് പിശാചിന്റെ ഒരു തന്ത്ര. പിശാച് ഭയങ്കര ഉള്ളിയാ. ആമേൻ. അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ എന്നാ. അപ്പോൾ നിയമങ്ങൾ നമ്മൾ അറിഞ്ഞ് അതിന് കീഴ്പ്പെട്ട് ജീവിച്ചോളണം, അതിന് ശിക്ഷ കിട്ടും. ഈ ലോകത്തിൽ അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. താഴെ വായിച്ചേ. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രമാണം കയ്യിൽ കിട്ടിയിട്ട് അറിഞ്ഞിട്ട് പാപം ചെയ്തവരൊക്കെയും ആ പ്രമാണം ലംഘിച്ചാൽ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. എന്ന് വെച്ചാൽ അവരെ അന്ത്യന്യായവിധി സമയത്ത് ന്യായപ്രമാണം വെച്ചാണ് വിധിക്കുന്നത്. കണ്ടോ പ്രമാണം ഇരിക്കുന്നുണ്ടോ? ഒരു പുസ്തകം ഇവിടെ വെച്ചേക്കണുണ്ടോ? കണ്ടോ പുസ്തകം? കണ്ടവർ ദൈവത്തിന്റെ ഹല്ലേലൂയ പാടിക്കേ. കണ്ടോ പുസ്തകം വെച്ചിരിക്കുക. ദൈവം ഇരിക്കുന്ന ഭാവനയിൽ വരച്ചു വെച്ചിരിക്കുന്നത് ദൈവമൊന്നും അല്ല, ഭാവനയല്ലാണ്. ദൈവോചനം ഇരിക്കുന്നത് കണ്ടോ? വിടർത്തി വെച്ചിരിക്കുക, ചൂണ്ടിക്കാണിക്കുക. ഈ പ്രമാണം നീ അനുസരിച്ചില്ല. ന്യായപ്രമാണത്താൽ എന്ത് ചെയ്യും? വിധിക്കപ്പെടും. അപ്പൊ പഴയ നിയമകാലത്തുള്ളതായ മനുഷ്യരെ വിധിക്കുന്നത് പഴയ നിയമം വെച്ചാ. ആമേൻ. അപ്പൊ മനുഷ്യരെ ന്യായം വിധിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഈ വചനം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം വെച്ചാണ് മനുഷ്യരെ ന്യായം വിധിക്കുന്നത്. ഇത് ന്യായവിധിക്കുള്ള പുസ്തകമാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു മുമ്പിൽ വിറയ്ക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ വിധിക്കുന്ന പുസ്തകം നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ ഇതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് വിടുതലുണ്ടാകും. അനുസരിച്ചില്ലെങ്കിൽ എന്തുവരും? വിധിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുക ദൈവം. ആമേൻ, ആമേൻ. ഇനി അതിന്റെ 16-ാം വാക്യം വായിച്ച. 16-ാം വാക്യം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം വിധിക്കുന്നയാളെ യേശുക്രിസ്തു ആട്ടോ, വേറെ ആരുമല്ല. വിധിക്കാനിരിക്കുന്ന ആളാരാ? ഉറക്കെ പറ. ഈവരേസ് പുണ്യാളനല്ല, കുതിരപ്പുറത്തിരിക്കുന്ന ആളല്ലെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ മറിയ മാതാവല്ല. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? യേശുവിനെ വളർത്ത പിതാവായി യൗസേപ്പല്ല. അവിടെ ഇരിക്കുന്നത് നാം ആരാധിക്കുന്ന യേശു തമ്പുരാനാണ്. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം. അപ്പോൾ രണ്ടാമത് വെക്കുന്നത് രണ്ടാം വാല്യമായ സുവിശേഷം. സുവിശേഷം വെച്ച് ന്യായം വിധിക്കുന്നത് ആരെയാ?
സുവിശേഷത്തിന്റെ കാലയളവിൽ ജീവിച്ചവരെ. അവർക്ക് മേൽ പറഞ്ഞുകൊണ്ടും തന്നെയാണ് സുവിശേഷം കേൾക്കാതെ അറിയാതെ ഒരാള് പാപം ചെയ്താൽ അവൻ നശിച്ചു പോകും, അവന് സുവിശേഷം വെച്ച് വിധിക്കത്തില്ല. എന്നാൽ സുവിശേഷം കയ്യിൽ കിട്ടിയിട്ട് അറിഞ്ഞിട്ട് ഒരുവൻ പാപം ചെയ്താൽ അവന് സുവിശേഷം വെച്ച് വിധിക്കും. ആമേൻ. അതുകൊണ്ട് ഈ പുസ്തകം ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് നമ്മെ ന്യായം വിധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി അതിന് കീഴ്പ്പെട്ട് ജീവിച്ചാൽ നമുക്ക് ന്യായവിധി നാളിൽ ധൈര്യത്തോടെ നിൽക്കാൻ ദൈവം മുൻപാകെ. അതാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമെന്ന്? എത്ര പേർക്ക് പറയാൻ കഴിയും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനത്തിൽ എഴുതിക്കണ്ട രക്ഷകനായ യേശുവിൽ വിശ്വസിച്ച് നീ രക്ഷിക്കപ്പെട്ടാൽ, ഈ വചനപ്രകാരം നീ മാമോദീസ ഏറ്റാൽ, ഈ വചനപ്രകാരം നീ ദൈവത്തെ ആരാധിച്ചാൽ, ഈ വചനപ്രകാരം നീ ഉപവസിച്ചാൽ, ഈ വചനപ്രകാരം പ്രാർത്ഥിച്ചാൽ, ഈ വചനപ്രകാരം സുവിശേഷ വേല ചെയ്താൽ അത് വലിയ അനുഗ്രഹമാണ്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ സ്വർഗത്തിലുള്ള ഒന്നാമത്തെ പുസ്തകത യഹോവയുടെ പുസ്തകം, ദൈവത്തിന്റെ വചനമാണ് സ്വർഗത്തിലുള്ള ഒന്നാമത്തെ പുസ്തകം. അത് കൂട്ടിവരുത്തി ചേർത്ത് ദൈവത്തിന്റെ തന്നത് നമുക്ക് കൂട്ടിവരുത്തി ചേർത്ത് നമുക്ക് തന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അത് നമ്മെ ന്യായം വിധിക്കാൻ വേണ്ടി തന്നതാണ്. അതുകൊണ്ട് ഇതനുസരിച്ച് ജീവിതം ക്രമീകരിച്ചോളണം. ഓരോ കാര്യം ചെയ്യേണ്ടത് ഇതനുസരിച്ചാണ്. ഏതൊരു വിഷയം ചെയ്യുമ്പോഴും ആ വിഷയം സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കണം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ആ കാര്യം ചെയ്യണം. ആമേൻ. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് സംബന്ധിച്ച് വേദപുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉദാഹരണമായി ഊണ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തീമോഥെയോസ് ലേഖനത്തിൽ എഴുതിയേക്കണം. എന്ത് ചെയ്യണമെന്നറിയാവോ? പ്രാർത്ഥിക്കണം എന്നാ. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ എഴുതിയിട്ടുണ്ട്. 2 തീമോഥെയോസ് 1 തീമോഥെയോസ് 4-ാം അധ്യായം എടുത്ത് 4-ാം അധ്യായത്തിന്റെ 1 തീമോഥെയോസ് 4-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിച്ച് 3, 4, 5. ആ ആ നന്നായിട്ട് കണ്ണു കാണുന്ന ഒരാളങ്ങ് വായിക്കേ. എത്രയോ ചെറുപ്പക്കാരിരിക്കുന്നത്. ആ ആ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ. അടുത്തത് ആ ആ ആ ആ ആ ആ അപ്പൊ നമ്മുടെ ആഹാരം ശുദ്ധമാകുന്നത് എങ്ങനെയാ? സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനാൽ. അപ്പൊ ആഹാരം മുമ്പിൽ കിട്ടിയ ഉടനെ വാ വിളിച്ച് തിന്നരുത്. ആഹാരം തന്നതിന് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ആഹാരം ശുദ്ധമുള്ളതായി തീരും. വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തും ദൈവം കളയുന്നത്. ഒരിക്കൽ ഒരു സദ്യയില് ഒരു ദൈവദാസൻ ഒരു സഹോദരനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ പ്രാർത്ഥനാ ശബ്ദം വെളിയിലേക്ക് കേൾക്കാനില്ല. മറ്റുള്ളവർ നോക്കിയപ്പോൾ അത് ആഹാരം ഇറക്കിക്കൊണ്ടിരിക്കുക. നോക്കിയേ. ഒരിക്കൽ ഒരു ഭക്ഷണത്തിനിരുന്നപ്പോൾ ഒരു സഹോദരനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു കണ്ണടച്ചിട്ട്. ആശയം ഇതാണ്, കർത്താവേ തന്ന ആഹാരത്തിനായി സ്തോത്രം എന്ന് പറഞ്ഞു. പിന്നെ പ്രാർത്ഥിക്കുകയില്ല, കണ്ണു തുറക്കുകയില്ല. എന്തു ചെയ്യും? അടുത്തിരുന്ന ആള് പറഞ്ഞു നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. കാരണം എന്നാണെന്നറിയാവോ? കണ്ണു തുറക്കാത്തതിന്റെ കാരണം, പിന്നെ പ്രാർത്ഥിക്കാത്തതിന്റെ കാരണം അദ്ദേഹത്തിന് പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല, വാചകം ഓർമ്മ വരുന്നില്ല. ആമേൻ. ഓരോ സമയത്തും പ്രാർത്ഥിക്കേണ്ട പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. ഒരിക്കൽ ശവക്കോട്ടയിൽ ശവം കുഴിച്ചിടാൻ ചെന്നപ്പോൾ ഒരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങനെ പ്രാർത്ഥിച്ചതായി കേട്ടിട്ടുണ്ട്? കർത്താവേ ഇത് വാറ്റി നുറുക്കി അനുഗ്രഹിച്ചു തരണമേ എന്ന്. കർത്തൃമേശയുടെ പ്രാർത്ഥനയാണ് ശവക്കോട്ടയിൽ പ്രാർത്ഥിച്ചത്. അപ്പൊ ഓരോ സന്ദർഭത്തിലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പ്രത്യേകമാണ്. ആഹാരത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ട്.
ആകാരത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കയിലുള്ള അമ്മാമയെ അനുഗ്രഹിക്കണമേ, ചൈനയിലുള്ള ചേട്ടനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഊണരിക്കാതിരിക്കുക. സ്തോത്രം. അപ്പൊ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യം എങ്ങനെ ചെയ്യണമെന്ന് ഈ വേദപുസ്തകത്തിൽ അത് സംബന്ധിച്ച് എന്തെഴുതിയിരിക്കുന്നു എന്ന് നോക്കി അതനുസരിച്ച് ചെയ്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. എല്ലാ വിഷയം സംബന്ധിച്ച് ഈ വേദപുസ്തകത്തിലുണ്ട്. നമ്മുടെ ജീവന ഭക്തിക്ക് ആവശ്യമായതെല്ലാം ഉണ്ട്. എല്ലാം ഉള്ള പുസ്തകമാണ് ബൈബിൾ. ഇനി സ്വർഗത്തിലുള്ള രണ്ടാമത്തെ പുസ്തകം എടുത്ത്. രണ്ടാമത്തെ പുസ്തകം ഏതാണ്? എല്ലാവരും പുസ്തകം എടുത്തോ? രണ്ടാമത്തെ പുസ്തകം യെശയ്യാവിന്റെ പ്രവചന ഗ്രന്ഥം എടുത്ത് അതിന്റെ 65 അധ്യായം എടുത്ത്. യെശയ്യാവ് 65 6-7 വാക്യങ്ങൾ ഒരാളെ ശബ്ദം ഉയർത്തി വായിച്ച്. അത് എൻ്റെ മുൻപാകെ, ദൈവം പറയാണ്, അത് എൻ്റെ മുൻപാകെ. ഏതാ? അതാണ് വായിച്ചത്. എന്താ എഴുതി വെച്ചേക്കണേ? ദൈവം പറയാണ്, ആ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് ഞാൻ പകരം വീട്ടിയിട്ടല്ലാതെ അടങ്ങിയിരിക്കുകയില്ല. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അടുത്തത്, നിങ്ങളുടെ അകൃത്യങ്ങൾക്കും അപ്പൊ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അകൃത്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. പാപങ്ങൾ, കൃത്യമല്ലാത്തതൊക്കെ അകൃത്യ. ആമേൻ. ഈ ദൈവവചനപ്രകാരം ജീവിക്കാത്തതെല്ലാം പാപമാണ്. ഈ വേദപുസ്തകത്തിൽ അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്താൽ പാപമാണ്, ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യാതിരുന്നാലും പാപമാണ്. അങ്ങനെ പാപത്തിന് 2 വശ ഉണ്ടോ? തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞു. പക്ഷേ അരുതെന്ന് പറഞ്ഞത് തിന്നൂന്ന് വേദപുസ്തകത്തിലുണ്ട്, തിന്നോളാൻ പറഞ്ഞത് തിന്നൂന്ന് വേദപുസ്തകത്തിലില്ല. ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാ വൃക്ഷഫലവും മാതകവുമാർക്ക് തിന്നാമായിരുന്നു. അതൊന്നും തിന്നതായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അരുതെന്ന് പറഞ്ഞത് തിന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. കൽപ്പന ലംഘനം കണ്ടോ? 1-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം അപ്പം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അരുത്, അരുത്, അരുത്. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ പാപികളുടെ വഴിയിൽ നിൽക്കരുത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അരുത്. പിന്നെ എന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ സന്തോഷത്തോടെ ധ്യാനിക്കണം. അരുവെന്ന് പറഞ്ഞത് ചെയ്യരുത്, വേണമെന്ന് പറഞ്ഞത് ചെയ്യണം. ഇന്ന് ചില ആളുകള് അരുവെന്ന് പറയുന്നത് ചെയ്യും, വേണമെന്ന് പറയുന്നത് ചെയ്യുകയില്ല. അരുവെന്ന് പറഞ്ഞത് ചെയ്തു, വേണമെന്ന് പറഞ്ഞ് ചെയ്തില്ല. ആദകുമാരെ ദൈവം എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവർ മരണയോഗ്യരായി, ന്യായവിധിക്കും നരകത്തിന് യോഗ്യരായി തീർന്നു. സ്തോത്രം. ഇതുപോലെ തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തില് വേണം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ട്. 1 തിമോഥെയോസ് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. എന്ത് വേണം, എന്ത് പാടില്ല? ഔവണ്ണ സ്ത്രീകളും. അപ്പൊ എന്തു വേണം? സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിക്കാന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് അയോഗ്യമായി ധരിക്കാന്നാണോ? അല്ല. പുരുഷന്മാർക്ക് എഴുതിയത് സ്ത്രീകൾക്ക്, സ്ത്രീകൾക്ക് എഴുതി പുരുഷന്മാർക്കും ബാധകമാണ് പല ഭാഗങ്ങളും. ആമേൻ. പുരുഷന്മാർ യോഗ്യമായ വസ്ത്രം ധരിക്കണം, സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. അപ്പോൾ എങ്ങനെ അലങ്കരിക്കണം? യോഗ്യമായ വസ്ത്രം ധരിച്ച് അലങ്കരിക്കണം. ഇനി എങ്ങനെ അലങ്കരിക്കരുത്? താഴെ വായിച്ച്. മുടി കൊണ്ട് അലങ്കരിക്കരുത്, പൊന്നുകൊണ്ട് അലങ്കരിക്കരുത്, മുത്തുകൊണ്ട് അലങ്കരിക്കരുത്, വിലയേറിയ വസ്ത്രം ഇതുകൊണ്ട് അലങ്കരിക്കരുത്, എന്നിവ കൊണ്ടല്ല. കണ്ടോ? 4 വിധത്തിൽ അലങ്കരിക്കരുത്. ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പൊ ഈ ഭാഗത്ത് 2 വിധത്തിൽ അലങ്കരിക്കും.
4 വിധത്തിൽ അലങ്കരിക്കരുത്. 1, യോഗ്യമായ വസ്ത്രം ധരിച്ചലങ്കരിക്കണം. 2, സൽപ്രവർത്തികൾ ചെയ്ത് അലങ്കരിക്കണം. ഇനി എങ്ങനെ അലങ്കരിക്കരുത്? മുടി കൊണ്ടും പൊന്നുകൊണ്ടും മുത്തുകൊണ്ടും വിലയേറിയ വസ്ത്രം കൊണ്ടും അലങ്കരിക്കരുത്. ഹല്ലേലൂയ പറഞ്ഞേ. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 പത്രോസ് 3:2 അവിടെയും പറയുന്നുണ്ട് ഈ വിഷയം. 3-ാം വാക്യം. നിങ്ങളുടെ അലങ്കാരം, തലമുടി പിന്നുന്നതും എന്ന് പറഞ്ഞാൽ തലമുടി കൊണ്ടുള്ള അലങ്കാരം, പൊന്നണിയുന്നതും, വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയേറിയ വസ്ത്രമാണ്, ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവത്തിന് വിലയേറിയതാകുന്നു. അപ്പൊ എങ്ങനെ അലങ്കരിക്കണം? സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സാണ് അലങ്കാരം. അപ്പൊ ഈ 2 വചനഭാഗങ്ങൾ വെച്ച് 3 വിധത്തിൽ അലങ്കരിക്കണം, 4 വിധത്തിൽ അലങ്കരിക്കരുത്. 1, യോഗ്യമായ വസ്ത്രം ധരിച്ച് അലങ്കരിക്കണം. വിലയേറിയ വസ്ത്രം ധരിച്ച് അലങ്കരിക്കരുത്. ആമേൻ. സൽപ്രവർത്തികൾ ചെയ്ത് അലങ്കരിക്കണം. പിന്നെ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് ആയിരിക്കണം അലങ്കാരം. മുടി കൊണ്ട് അലങ്കരിക്കരുത്, മുത്തുകൊണ്ട് അലങ്കരിക്കരുത്, പൊന്നുകൊണ്ട് അലങ്കരിക്കരുത്. തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്നതിനാൽ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ അലങ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അലങ്കരിക്കരുത് എന്ന് പറഞ്ഞ വിഷയത്തിൽ അലങ്കരിച്ചാൽ ദൈവം പുറത്താക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പൊന്ന് കൊണ്ട് അലങ്കരിക്കരുതെന്ന്. അല്ലാതെ ഞങ്ങൾക്ക് പൊന്നിനോട് വഴക്കുണ്ടായിട്ടൊന്നുമല്ല. പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ദൈവം പറഞ്ഞത് ഞങ്ങൾ പകർത്തി പറയുന്നു എന്നേ ഉള്ളൂ. പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നാൽ ആ കത്തിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും എഴുതി അയച്ചതാണെങ്കിൽ പോസ്റ്റ്മാനെ തല്ലരുത്, എഴുതിയവനെ തല്ലിക്കോളും ധൈര്യമുണ്ട്. ഞങ്ങൾ പോസ്റ്റ്മാനാ, ദൈവത്തിന്റെ എഴുത്ത ധൈര്യമുണ്ട്, ദൈവത്തെ തല്ലാൻ ചെല്ല്. ഞങ്ങൾ പാവങ്ങളെ തല്ലിയ ഞങ്ങൾ തല്ലുകൊള്ള, പക്ഷെ ഞങ്ങളെ തല്ലിയാൽ ചോദിക്കാൻ ഉന്നതത്തിൽ ഒരാളുണ്ട്. എന്നവർക്ക് വിശ്വാസമുണ്ട്. ഇന്നലെ നാളെ മറ്റൊരു ദിവസം ദൈവം ചോദിക്കും ഞങ്ങളെ തല്ലിയ. ഞങ്ങൾ തിരിച്ചു ചെല്ലത്തില്ല. ഞങ്ങൾ തിരിച്ചു ചെല്ലാതിരിക്കാൻ കാരണം ചോദിക്കാൻ ആളുള്ളത് കൊണ്ടാ. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തല്ലിയനെ. തല്ലാൻ അറിയില്ലാഞ്ഞിട്ടല്ല, കൈയില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ തല്ലാത്തതിന്റെ കാരണം ചോദിക്കാൻ ആളുള്ളത് കൊണ്ടാ. ആ വിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തല്ലാത്ത. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തല്ലാൻ അറിയാൻ ഞങ്ങൾ തല്ലു കൊടുത്തേനെ. എന്നാ ഞങ്ങൾ തല്ലത്തില്ല, ചോദിക്കാൻ ആളുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലാസ്സിലെ ഒരു കുട്ടി ഹാജരായില്ലെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടി അവനെ തല്ലാറില്ല, അതിന് തല്ലുന്ന ടീച്ചറാ. ആമേൻ, സ്തോത്രം. വീട്ടിലൊരു മകൻ മറ്റൊരു മകനെ തല്ലിയാൽ ആ മകൻ തിരിച്ചു ചെല്ലേണ്ട ആവശ്യമില്ല. അവൻ അപ്പം വരുമ്പോ അപ്പനോട് പറഞ്ഞാൽ മതി. സ്തോത്രം. അപ്പം വരും അപ്പനോട് പറഞ്ഞാൽ നീ എന്തിനാടാ അവനെ തല്ലിയെന്ന് ചോദിച്ച് വടിയെടുത്ത് 2 എണ്ണം കൊണ്ട് കൊടുക്കും. പക്ഷെ അപ്പനോട് പറഞ്ഞ് അവനെ തല്ലിക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ട് ചാടി തല്ലുക. ഞങ്ങൾക്ക് അറിവുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തല്ലാത്തേ. ഞങ്ങൾക്കൊരു അപ്പനുണ്ട്, അപ്പനോട് ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. തല്ലേണ്ട സമയത്ത് തല്ലിക്കൊള്ളും. വടി വെട്ടി വെച്ചിട്ടുണ്ട്, വടി വെട്ടി വെച്ചിട്ടുണ്ട് ദൈവം. അതുകൊണ്ട് പേടിക്കരുത് ദൈവ മക്കൾ. നീ രക്ഷിക്കപ്പെട്ടാ ഞാൻ നിന്നെ തല്ലും, നീ സ്നാനപ്പെട്ടാ ഞാൻ നിന്നെ കൊല്ലും, നീ യോഗത്തിന് പോയാൽ ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, നീ ആഭരണം ഊരിയാൽ നിനക്ക് ഞാൻ അവകാശം തരില്ല എന്നൊക്കെ പറഞ്ഞാൽ ദൈവം പറഞ്ഞ അനുസരിച്ച് സ്നാനപ്പെടണം, ആഭരണം ഊരണം. ആവേ എന്നിട്ട് ഉപദ്രവിക്കാൻ വന്നാൽ അപ്പനോട് പറയണം, അപ്പം വടിവെട്ടി വെച്ചിട്ടുണ്ട്, തക്ക സമയത്ത് അടി കൊടുത്തോളൂ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഹല്ലേലൂയ. ഈ നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ ദൈവം എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക. എന്താ പാപം എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിന് എതിരായി ചെയ്യുന്നതാ പാപങ്ങൾ. ഇതാ പ്രമാണം, ഇത് ലംഘിക്കുന്നതാണ് പാപം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ടെന്ന്. ഇതിൽ ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരുന്ന പാപം, ചെയ്യരുതെന്ന് പറഞ്ഞത്
ആമേൻ. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന പാപം ദൈവം എന്ത് ചെയ്യുക? സ്വർഗത്തിലെ എഴുതി വെച്ചിരിക്കുക. ഓരോ പാപം എഴുതുക. ആരെ കൊണ്ട് എഴുതിക്കണമെന്നറിയാമോ? ദൂതന്മാരെ കൊണ്ട്. കൂടാനും ദൂതന്മാരുണ്ട്. ഒരു മനുഷ്യനെ ഒരു ദൂതം വെച്ചാക്കിയാലും, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ 2 ദൂതം വെച്ചാക്കിയാലും അവിടെ ദൂതനുണ്ട്. അതുകൊണ്ട് മറിയാമ്മയ്ക്ക് വേണ്ടി എൻ്റെ ഭാവന 2 ദൂതനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളങ്ങ് എഴുതിക്കോ ഈ ചെയ്യുന്നതെല്ലാം. അത് അപ്പം അവിടെ എഴുതിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പാപിയുടെ പാപം എല്ലാം സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട. തക്ക സമയത്ത് ദൈവം പാപിയെ പിടിക്കും. അത് എപ്പോഴാന്ന് ഞാൻ പറയാം. വായിച്ച് ഇനി എഴുതിയിട്ട് എന്താ ചെയ്യണേ? ഇയ്യോബിന്റെ പുസ്തകം എടുത്ത് 14-ാം അധ്യായം 17-ാം വാക്യം വായിച്ച് ഈ എഴുതി കഴിയുമ്പോൾ എന്താ ചെയ്യണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വായിച്ച്. ഏതാ വായിച്ച്? ഇയ്യോബ് 14:17. ആ, എന്റെ അതിക്രമം, ക്രമമല്ലാത്ത നോക്കിയ അതിക്രമം, എന്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി സീല് വെച്ചിട്ടുണ്ടെന്ന്. എന്ന് വെച്ചാൽ എന്താ ഇതിന്റെ അർത്ഥം? ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചാൽ നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഒരു പ്രായമുണ്ട്. ആമേൻ, ആമേൻ. ആവർത്തന പുസ്തകം 1:39 നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഒരു പ്രായമുണ്ട് മനുഷ്യന്. വായിച്ച് ആവർത്തനം 1:39. ഇവിടെയുള്ള ദൈവമക്കൾക്ക് വേദപുസ്തകം വായിക്കാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്കും സന്തോഷമായി. പെട്ടെന്ന് വായിച്ചു. ആ, നിങ്ങൾ കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ, ആ അങ്ങനെയല്ലേ? ഞാനിത് പടം പഠിച്ചിരിക്കുക, അതുകൊണ്ട് തെറ്റിച്ച് വായിച്ചു. എനിക്കറിയാം. പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം സാധ്യമല്ല. കൊള്ളയാകും. ഞാനിത് കാണാപ്പാടം പറയാത്തതിൻ്റെ കാരണം ഇത് ഉണ്ടെന്ന് ഒന്ന് അറിയണ്ടേ. കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും. നമ്മുടെ ആശയം എടുക്കേണ്ടത് വിഷയം മാത്രമായി നിങ്ങൾ എടുത്താൽ മതി. സ്വത്രം. അടുക്കളയിൽ പല സാധനം ഉണ്ടെങ്കിലും ഉള്ളി എടുക്കേണ്ടപ്പോൾ ഉള്ളി മാത്രം എടുത്താൽ മതി, ഉപ്പും കൂടെ എടുക്കണ്ട. ഇതുപോലെ നമുക്ക് എടുക്കേണ്ട ആശയം മാത്രം ഇങ്ങോട്ട് എടുക്കാം. ഗുണവും ദോഷവും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു പ്രായമുണ്ടെന്ന്. ഗുണമേതാ ദോഷമേതാ? ചില കുട്ടികൾക്ക് ഗുണം എന്നാ ദോഷം എന്നാന്ന് അറിയില്ല. കാച്ചി വെച്ചിരിക്കുന്ന പാലിൽ ചെന്ന് ചെറിയ കൊച്ചു കൈയിടും, കൈ കൊള്ളൂന്ന് അതിനറിയില്ല. പെട്രോൾ ബസ് കത്തിച്ച് വെച്ചിരിക്കുക. കൊച്ചു ഓടിച്ചെല്ലുമ്പോൾ അച്ചായൻ ചെന്ന് പെട്രോൾ ബസ് എടുത്തോണ്ട് പോകുമ്പോൾ കൊച്ചെന്ത് ചെയ്യുക? ഈ അച്ചായനോട് ദേഷ്യപ്പെടുക. എന്നെ ഇഷ്ടപ്പെടാത്ത അച്ചായൻ. മോനെ, അച്ചായന് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് പെട്രോൾ ബസ് തരാത്ത. ചില വീടുകളിലേക്കൊക്കെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ കൊച്ചു ഇടത്തെ കൈ കാണിച്ചു തരിക. മോനെ, ഇടത്തെ കൈയല്ല, ചോറുണ്ട കൈ കാണിക്കുന്നു പറയുമ്പോൾ അവൻ വലത്തെ കൈ കാണിക്കും. അപ്പൊ ഇടത്തെ കൈ ഏതാ വലത്തെ കൈ ഏതാന്ന് അവന് വിവരമില്ല. നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ കൈ കാണിക്കുമോ? ചോറുണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാണിച്ചു തരുമോ? കയ്യിൽ ചോറ് പറ്റിയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇടം കൈയും വലം കൈയും നമ്മൾ തിരിച്ചറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട്. നന്മ ഏതാ തിന്മ ഏതാന്നറിയാത്തവരുണ്ട്. തീയും വെള്ളവും തമ്മിൽ തിരിച്ചറിയാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ പാപങ്ങൾ ദൈവം എഴുതത്തില്ല. അവരൊക്കെ ആ പ്രായത്തിൽ മരിച്ച സ്വർഗത്തിൽ പോകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതാ യേശു പറഞ്ഞേ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. ഏതു മതക്കാരന്റെ കൊച്ചു മരിച്ചാലും സ്വർഗത്തിൽ പോകും. കാരണം അവരുടെ അറിയായ്മയുടെ കാലം ദൈവം കണക്കാക്കുന്നില്ല. എന്നാൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രായമായാൽ, ആ പ്രായം എത്രയാണെന്ന് വേദപുസ്തകത്തിൽ ഇല്ല. ആ പ്രായം എഴുതാത്തതിന്റെ കാരണം എല്ലാ കുട്ടികൾക്കും ഒരു പ്രായമല്ല. ചില കുട്ടികൾക്ക് 5 വയസ്സിൽ ആ പ്രായം വരും, ചില കുട്ടികൾക്ക് 6 വയസ്സിലേ വരുള്ളൂ, ചില കുട്ടികൾക്ക് 8 വയസ്സ് വരും, ചില കുട്ടികൾക്ക് 10 വയസ്സാകണം. എല്ലാ കുട്ടികൾക്കും ഒരേ പ്രായമല്ല. അതുകൊണ്ടാണ് വയസ്സ് ബൈബിളിൽ എഴുതാത്തത്. എല്ലാവർക്കും ഒരുപോലെ കഴിവില്ല. എല്ലാവർക്കും ഒരു തലയും 2 കാലും ഒരു വയറുമാണെങ്കിലും കഴിവ് ഒരുപോലെ ഇല്ല. നമ്മെ പോലുള്ള മനുഷ്യരല്ലേ പ്ലെയിനിൽ നടക്കണേ. നമുക്ക് പ്ലെയിനിൽ പോകാൻ പറ്റുമോ? പ്ലെയിനിൽ പോകാൻ പറ്റുമോ? പ്ലെയിൻ പറപ്പിക്കാൻ അറിയാം അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും? അറിയും കൈവന്നിച്ചേ? നമുക്ക് ആർക്കും അറിയില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മൾ മനുഷ്യരാ. എല്ലാവർക്കും ഒരുപോലെ കഴിവില്ല. സ്തോത്രം. ചിലക്കൊക്കെ ഒരു കാര്യം ക്ലിക്ക് ആവണമെങ്കിൽ 5-6 പ്രാവശ്യം പറയണം. ചിലയൊക്കെ കൈകാട്ടി ആംഗ്യം കാട്ടി കാര്യം പറഞ്ഞ് വളരെ സൂക്ഷിച്ച് വേണം. അവർ പറയും, ആ സഹോദരന് കൈകാട്ടി വിളിച്ചു. കൈകാട്ടി വിളിച്ചതല്ല, ഒരു ആംഗ്യം കാണിച്ചതാ.
ചിലരൊന്നും ആംഗ്യം കാണിക്കരുത്. ആംഗ്യം കാണിച്ചാൽ അവർ തെറ്റിദ്ധരിക്കും നമ്മളെ. നമ്മൾ ആംഗ്യം കാണിച്ചത് ആ ഫാനൊന്നും ഇടാനാ. പക്ഷെ ആ ആൾക്ക് മനസ്സിലായത് എന്നെ കൈകാട്ടി വിളിച്ചു വന്ന നോയിക്കേ പോണ പോക്ക്. ചിലർക്ക് ആംഗ്യം കാണിച്ച അപ്പം മനസ്സിലാകും. ദാവീദിനൊക്കെ പെട്ടെന്ന് കാര്യം ക്ലിക്കാകുമായിരുന്നു. എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്കാവില്ല. ചിലരോട് ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകില്ല. 5-6 പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലായി. എല്ലാവർക്കും ഒരുപോലെ കഴിവില്ല. അപ്പൊ നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രായമായോ ഇല്ലയോ എന്നുള്ളത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാം. പ്രായമായാൽ ദൈവം പറയും ദൂതന്മാരോട് ഇനി എഴുതിക്കോ. എത്ര നാൾ എഴുതുമെന്നറിയാമോ? അവൻ മരിക്കുന്നവരെ എഴുതും. 10 വയസ്സിലാണ് നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രായമായതെന്ന് ഇരിക്കട്ടെ, ചാക്കോച്ചൻ എന്ന് പറയുന്ന കുട്ടിക്ക് ദൂതന്മാർ എഴുതാൻ തുടങ്ങി. അദ്ദേഹം മരിച്ചത് 90-ാമത്തെ വയസ്സിലാണെങ്കിൽ അപ്പൊ 80 കൊല്ലത്തെ പാപം എഴുതി. 1-2 പാപാണോ? ഒരു ദിവസം 10 പാപം ചെയ്താൽ എത്ര പാപം ചെയ്ത് കാണും? 365 × 10 ഗുണിക്കണം. എന്നിട്ട് ആ ഗുണന ഫലത്തോടെ 80 ഇട്ട് ഗുണിക്കണം. അപ്പൊ അറിയാം എത്ര പാപമുണ്ട്. അത് മുഴുവൻ എഴുതണമെങ്കിൽ ഒരു പുസ്തകം വേണ്ടേ? ഇനി 10 ആണോ എഴുതുന്നത്? ചിലര് തെറി പറയാൻ പാടില്ല. ഒരു തെറി പറയേണ്ട സ്ഥാനത്ത് 25 തെറി അങ്ങ് പറയും. ഇതൊക്കെ എഴുതണ്ടേ? അങ്ങനെയെങ്കിൽ ചിലർക്ക് വലിയ പുസ്തകം കാണും, അവരുടെ ജീവിതത്തിലെ പാപങ്ങൾ എഴുതിയ പുസ്തകം. അങ്ങനെ 90 വയസ്സുള്ള ചാക്കോച്ചായൻ മരിച്ചത് ഇന്ന് രാവിലെ 8 മണിക്കാന്നിരിക്കട്ടെ, നിര്യാതനായി. എഴുത്ത് നിർത്തി ദൈവം. നീ എഴുതണ്ട. അവനെ കുറിച്ച് എഴുതി വെച്ചതെല്ലാം അപ്പോൾ എടുത്ത് ഒരു സഞ്ചിക്കകത്തേക്ക് വെക്കും. എന്നിട്ട് അതിന്റെ വായ കെട്ടിയിട്ട് മുദ്ര ചെയ്യുമെന്ന് വെച്ചാൽ സീല് വെക്കൂന്ന്. സ്വത്രം സ്വത്രം. അപ്പൊ 80 കൊല്ലമായി എഴുതിയിരുന്നതെല്ലാം എഴുതി തീർന്നത് മരിച്ചപ്പോഴാണ്. മരിച്ചപ്പോൾ സഞ്ചിയിലേക്ക് ഇട്ടിട്ട് സഞ്ചിയുടെ വായ കെട്ടിയിട്ട് അതിനെ മുദ്ര വെച്ചു. ആമേൻ. ഈ യോബിന്റെ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ എഴുതാൻ കാരണം എന്നാണെന്നറിയാവോ? അന്നത്തെ ആളുകളോട് ഇങ്ങനെ എഴുതിയാൽ അവർക്ക് മനസ്സിലാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഓരോരുത്തരും ഇടപെടുന്നത് അവരവരുടെ മണ്ഡലത്തില്ല. വാ കെട്ടി സീൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ മനസ്സിലാകത്തില്ല. കുറച്ച് പ്രായം ചെന്നവർക്കറിയാം. ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കത്തുകൾ അയക്കുമ്പോൾ എല്ലാ കത്തുകളും സീൽ ചെയ്ത ശേഷം അത് ഒരു സഞ്ചിക്കകത്തേക്ക് ഇട്ടിട്ട് വായ ഇട്ടിട്ട് സീൽ ചെയ്തിട്ട് ബസ്സിലേക്ക് എടുത്തിടണേ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതുപോലെ ഓരോരുത്തരുടെയും സഞ്ചി സ്വർഗത്തിലുണ്ട്. എന്നിട്ട് ഈ സഞ്ചി എവിടെ വെക്കണേ? അത് വെക്കണ സ്ഥലം പോലും ആ ദിവസത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 32-ന്റെ 33, 34 വാക്യങ്ങൾ വായിച്ച് ഇത് എവിടെയാ ഇത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ അറിഞ്ഞില്ലായിരുന്നു, കേട്ടില്ലായിരുന്നു ആരും പറയരുത്. വിഷവും മൂർഖന്റെ കാളക്കൂടവുമാകുന്നു. അതാ പോയിന്റ്. ഇത് എന്റെ അടുക്കൽ സംഗ്രഹിച്ചും എൻ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടും. അപ്പൊ മുദ്ര വെച്ച സഞ്ചി ദൈവത്തിന്റെ റെക്കോർഡ് മുറിയിലേക്ക് എടുത്തു വെക്കും, ഭണ്ഡാരത്തിലേക്ക് എടുത്തു വെക്കുമെന്ന്. ശ്രദ്ധിച്ചേ. ഇന്നൊരാൾ മരിച്ചാൽ, ആ ചാക്കോച്ചായൻ ഇന്ന് മരിച്ചാൽ സഞ്ചി വാ കെട്ടിയും സീല് വെച്ച് ദൈവത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് എടുത്തു വെക്കും. എത്ര നാളെ എടുത്തു വെക്കും? ഇന്ന് യേശു വന്നാൽ 1007 കൊല്ലോടെ കഴിഞ്ഞിട്ടാണ് ചാക്കോച്ചൻ ഉയർക്കുന്നത്. 1007 കൊല്ലം കഴിയുമ്പോൾ ചാക്കോച്ചനെ ന്യായം വിധിക്ക് അവിടെ കൊണ്ടുവരുമ്പോൾ ചാക്കോച്ചന്റെ സഞ്ചി എടുത്തോണ്ട് വരും. ആമേൻ, സ്തോത്രം. സഞ്ചി എടുത്തുകൊണ്ട് വന്നിട്ട് ദൈവം എന്ത് ചെയ്യും? കളി പഠിക്കാൻ പോകുന്നുള്ളൂ. സഞ്ചി എടുത്തുകൊണ്ട് വരുമ്പോൾ എന്താ എടുത്തുകൊണ്ട് വന്നിട്ട് എന്താ ചെയ്യും? 50-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. 16-ാം വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചേരെ. സഞ്ചി എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് വായിച്ചു. കണ്ടോ? ദൈവമക്കളുടെ കാര്യമല്ല ഈ പറയുന്നത്. ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും. രക്ഷിക്കപ്പെടാത്ത ഉപദേശി, നിനക്ക് വേദപുസ്തകം പ്രസംഗിക്കാൻ യോഗ്യതയില്ലെന്ന ദൈവം പറയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്ത അച്ഛാ, നിനക്ക് വേദപുസ്തകം പ്രസംഗിക്കാൻ യോഗ്യതയില്ലെന്ന് തമ്മി പറയല്ല, ദൈവം തമ്പുരാൻ പറയുന്നു. രക്ഷിക്കപ്പെടാത്ത നീ മതിലില് വേദവാക്യങ്ങൾ എഴുതി വെക്കാൻ നിനക്ക് യോഗ്യതയില്ല. രക്ഷിക്കപ്പെട്ടവരാ എഴുതി വെക്കണ്ടേ?
സ്തോത്രം. നിനക്കെന്ത് കാര്യം? താഴെ വായിച്ച്. നീ ശാസനയെ വെറുത്തു, ദൈവവചനം അവൻ അനുസരിക്കുന്നില്ലെന്ന്. ആമേൻ. മദ്യം കഴിക്കരുതെന്ന് അവൻ പ്രസംഗിക്കുന്നേ, അവനെ ഫ്രിഡ്ജിലിരിക്കുന്നത് മദ്യക്കുപ്പിയാ. സിഗരറ്റ് വലിക്കരുതെന്ന് അവൻ പ്രസംഗിക്കുന്നേ, അവൻ വീട്ടിൽ ഒരു പ്രത്യേക റൂമിൽ കയറി രഹസ്യമായി സിഗരറ്റ് വലിക്കുന്നവനാ. മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്നേ, പക്ഷേ അവൻ വലിയ കള്ളനാ, പിടിച്ചിട്ടില്ല ഒന്നുള്ളൂ ഇതുവരെ. സ്തോത്രം. താഴെ വായിച്ചേ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, വഞ്ചന വിളയ്ക്കുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ എഴുതി വെക്കുക. അപവാദം പറയുന്നു, ഇവ നീ ചെയ്തു, ദൈവം 80 കൊല്ലം മിണ്ടാതിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ദൈവം എത്ര കൊല്ലം മിണ്ടാതിരുന്നു? ഉറക്കെ പറ. 80 കൊല്ലം മിണ്ടാതിരുന്നു. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനാണെന്ന് നീ വിചാരിച്ചു. കള്ളത്തടി വെട്ടാൻ പോകുമ്പോ പണ്ണാരത്തില് കാശിട്ടിട്ട് പോയി, ഫോറസ്റ്റുകാർ പിടിച്ചില്ല. അപ്പൊ നീ വിചാരിച്ചു ദൈവം തടിയാക്കുന്ന കള്ളനാണ്. നീ കള്ളച്ചാരായം മാറ്റാൻ പോയപ്പോൾ നേരത്തെ നടന്നിട്ട് പോയി, എക്സൈസുകാരെ പിടിച്ചില്ല. അപ്പൊ നീ വിചാരിച്ചു നിന്റെ ദൈവം കള്ളച്ചാരായം മാറ്റുന്നവനാണ്. ബൈബിളിൽ വെളിപ്പെട്ട ദൈവം തെറ്റിന് കൈക്കൂലി മേടിച്ച് തെറ്റിന് കൂട്ടു നിൽക്കുന്നവനല്ല, പാപം പാപമാണെന്ന് പറയുന്നവനാ. മോശ പാറയടിച്ചാൽ അത് പാപമാ, ദാവീദ് വ്യഭിചാരം ചെയ്താൽ പാപമാ, ശിംശോന്റെ മുടി മുറിച്ചാൽ പാപമാ. ആര് പാപം ചെയ്താലും പാപമാണെന്ന് പറയുന്ന ദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ ദൈവത്തിന് മുഖപക്ഷമില്ല. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവരാണെന്ന് നീ വിചാരിച്ചു. കണ്ടോ, ഇവിടെ വരുമ്പോൾ ദൈവം അവനെ ശാസിക്കൂന്ന്. ദൈവം മനുഷ്യനെ, ഈ ചാക്കോച്ചനെ ശാസിക്കുന്നത് ഞാൻ ഭാവനയിൽ കാണുക. ഒരു വീട്ടിൽ മകൻ തെറ്റ് ചെയ്താൽ അപ്പൻ മകനെ ശാസിക്കും. അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ തെറ്റ് ചെയ്താൽ വിദ്യാർത്ഥി അധ്യാപകൻ ശാസിക്കും. കണ്ടിട്ടുണ്ടോ? പിന്നെ നാട്ടിൽ കുറ്റം ചെയ്താൽ SI കുറ്റക്കാരനെ ശാസിക്കും. കണ്ടിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴേ SIയുടെ മേശപ്പുറത്ത് ഒരു ഇടിക്കട്ടയുണ്ട്, ഒരു വടിയുണ്ട്. SI ചോദിക്കും, എന്താ ചോദിക്കണമെന്നറിയോ? മത്തായി, നീ അവൻ്റെ മരം വെട്ടിയോ? വെട്ടിയില്ല സാറേ. വെട്ടിയോ എന്ന് പറ. വെട്ടി സാറേ. വെട്ടാവോടാ? പാടില്ല സാറേ. നീ വെട്ടുവോടാ? ഇല്ല സാറേ. കണ്ടോ ഇടിക്കട്ട? മത്തായി എന്ന് പറയ്ക്കുക. ഈ വടി നീ കണ്ടോ? ഞാൻ ഇപ്പം നിന്നെ കാണിച്ചു തരാം. മത്തായിയുടെ കഴുത്തം കുനിച്ചു പിടിച്ചിട്ട് ഇടിക്കട്ട കൊണ്ട് ഓങ്ങി. നീ ഇത് ചെയ്യോ? ഇല്ല. മര്യാദക്ക് ജീവിക്കാമോ? ജീവിക്കാം. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയാവോ? അറിയാം. എന്ന് എഴുതി വെക്ക്, എഴുതി ഒപ്പിട്. നീ വല്ല ചെയ്യില്ലാന്ന്. അതാ ശാസന. ഇടി അടിയും കൊടുത്തില്ല, കാരണം കുറ്റം സമ്മതിച്ചു, ഇനി ചെയ്യില്ല. ശാസന കണ്ടോ? ഒരു SI ഒരു കുറ്റവാളിയെ ഇങ്ങനെ ശാസിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം പാപിയെ ശാസിക്കുമ്പോൾ എന്തായിരിക്കും സ്തുതി? ആമേൻ. കിടുകിട വിറയ്ക്കും. സിംഹഹൃദയന്മാർ അവർ ആലില പോലെ വിറയ്ക്കും. കഠിന ഹൃദയന്മാർ കിടുകിട വിറയ്ക്കും. വീരപ്പനും അങ്ങനെ തുടങ്ങി ഉള്ള കുറ്റവാളികളൊക്കെ കിടുകിട വിറയ്ക്കും ദൈവത്തിന് മുൻപാകെ. ഞാൻ നിന്നെ ശാസിച്ച്, അടുത്തത്, നിന്റെ കണ്ണിൻ മുൻപിൽ അവയെ നിരത്തി വെക്കൂ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഈ പാപം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം അങ്ങ് വായിച്ച് കേൾപ്പിക്കൂന്ന്. നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തി വെക്കാനോ ഒക്കെ എഴുതി വെക്കണേ. ആമേൻ, ആമേൻ. ഒരു ഉദാഹരണം ഞാൻ പറയാം. 2 പേർ ചേർന്ന് ഒരു വ്യക്തിയെ കൊന്ന് കാറിന്റെ ഡിക്കിയിലിട്ട് രാത്രിയിൽ യാത്ര ചെയ്ത് വിജനമായ സ്ഥലത്ത് ചെന്ന് നിന്ന് ട്രെയിനിന്റെ ചൂളം വിളി കേട്ടപ്പോൾ
കാലയിലും തലയിലും പിടിച്ച് ശവം കൊണ്ടുവന്ന് പാളത്തെ വെച്ച് മാറിയെന്ന് ട്രെയിൻ ചൂളം വിളിച്ച് പോയി കഴിഞ്ഞ് ടോർച്ചടിച്ച് നോക്കി അത് ഛിന്ന ഭിന്നമായി എന്ന് ബോധ്യപ്പെട്ട ശേഷം കാറിൽ തിരിച്ചു കയറി പോരുന്ന വഴിക്ക് പുഴയിൽ കഴുകി കാറ്. രണ്ടുപേരും രണ്ട് വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങി. ആ കേസ് കൊലപാതകമാണെന്ന് തെളിഞ്ഞില്ല, തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ട്രെയിൻ ഇടിച്ച് ചത്തതാ എന്ന് എഴുതിപ്പോയി. ആമേൻ. ഇവിടെ രണ്ടുപേരെയും ശിക്ഷിച്ചിട്ടില്ല. ദൈവത്തിനറിയാം കൊലപാതകാന്ന്. ലോകത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും അല്ലാതെ ഒരു മനുഷ്യനറിയില്ല അത് കൊലപാതകാന്ന്. പിന്നെ ചത്തവനെ അറിയുള്ളൂ. ആമേൻ. ഇവന്റെ അടുത്ത് വന്ന് ഇവനെ ഉപദ്രവിച്ച് കൊന്നത് മുതൽ ഇവർ വീട്ടിൽ ചെന്ന് ഉറങ്ങുന്നത് വരെ ഉള്ളതായ മാത്രമല്ല അവരുടെ ജീവിതത്തെ മുഴുവൻ. ആമേൻ. ഒരു മണവാട്ടിയുടെ വിവാഹം കഴിഞ്ഞ് അവര് വന്നിരുന്ന് അവരുടെ വിവാഹം വീണ്ടും കാണുന്ന പോലെ, സിനിമ കാണുന്നത് പോലെ, ടെലിവിഷനിൽ ചിത്രങ്ങൾ കാണുന്ന പോലെ ഇവർ രണ്ടുപേരെയും ദൈവം കാണിച്ചു കൊടുക്കും. ഈ കോടതിയിൽ തെളിയാത്ത സകല പാപങ്ങളും തെളിയുന്ന ഒരു ദിവസമുണ്ട്. ദൈവമുൻപാകെ വിറയ്ക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദ് പറയാണ്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗത്തിൽ. സ്വതം രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയ സകല പുള്ളികളുടെ മുൻപിൽ ഇത് നിരത്തി വയ്ക്കുന്ന ദിവസം വരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം ആരാന്നറിയാമോ? നമ്മുടെ ദൈവം ഭയങ്കരനാണ്.